നടിയെ ആക്രമിച്ച കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഇനി വിയ്യൂർ ജയിലിലായിരിക്കും. 20 വർഷമാണ് അവർക്ക് കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബലാത്സംഗ കുറ്റത്തിൽ എല്ലാവരും തുല്യമായ പങ്കാളിത്തം പ്രകടിപ്പിച്ചു എന്നാണ് ഈ കോടതി വിധിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെയൊന്നുമല്ല. ഈ മെയിൻ ഒരു പ്രതി ഉണ്ടാവും, ബാക്കി സഹായം ചെയ്തവർക്ക് അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആഴമനുസരിച്ച് ശിക്ഷ വിധിക്കാം. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന ഇരയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതി ലഭ്യമാകുന്ന രീതിയിൽ ഒരു വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കഠിന തടവും 50,000 രൂപ ശിക്ഷയും വിധിച്ചതോടുകൂടി അതിജീവിതയ്ക്ക് നീതി കിട്ടി. അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് തന്നെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഇതിന്റെ ഈ വിധിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, ഇത് വെറും ഒരു ബലാത്സംഗമല്ല. ബലാത്സംഗമാണെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായ ദൗർബല്യമാണ്. അതൊരു ഒരാൾക്ക് ഒറ്റയ്ക്ക് സ്വകാര്യമായി ഒരാളെ കിട്ടുമ്പോൾ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന അതിക്രമമാണ്. ഇതല്ല, ഇതൊരു വലിയ ക്രൈമാണ്. ഒരു പെൺകുട്ടിയെ കൂട്ടമായി ചെന്നിട്ട് പ്ലാൻ ചെയ്തിട്ട്, വലിയ കൊള്ള പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്തിട്ട് ഈ പെൺകുട്ടിയെ ആക്രമിച്ചിട്ട് ബലമായി ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത് ഒരാളുടെ ഈ കാമദാഹം തീർക്കാനൊന്നുമല്ല. ഉപദ്രവിക്കുന്നത് വീഡിയോ ചെയ്യുന്നതിന് 2 ഉദ്ദേശങ്ങളുണ്ടാവും. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിലോ ആർക്കൊക്കെയോ വേണ്ടി ഇത് ഷൂട്ട് ചെയ്തിട്ട് ഈ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിൽ മറ്റൊരു ക്രൈം അടങ്ങിയിട്ടുണ്ട്, മറ്റെന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്. മൂന്നാമത്തെ കാര്യം, ഈ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ കാണിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെ ഇവർക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഒരു വെറും ബലാത്സംഗമല്ല, ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കൊള്ളയും ഒരു ജീവിതകാലം മുഴുവൻ ഒരു കുട്ടിയുടെ മാനം നശിപ്പിക്കുകയും ഒരർത്ഥത്തിൽ ആ കുട്ടിയുടെ ജീവൻ തന്നെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ ക്രൈമാണ്. അതുകൊണ്ട് ആ ക്രൈമിൽ ഇപ്പോൾ കോടതി കാണിച്ച ഒരു വലിയ മാതൃക, സാധാരണ ഒരു കുറ്റത്തിൽ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെന്റിന്റെ അളവനുസരിച്ചാണ് ശിക്ഷ കൊടുക്കുക, ശിക്ഷയുടെ കാഠിന്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. ഇതിലങ്ങനെ ചെയ്തില്ല. ഇതൊരൊറ്റ കുറ്റമാണ്. അതിൽ ചെറിയ പങ്കുവഹിച്ചവനും വലിയ പങ്കുവഹിച്ചവനും തുല്യമായിട്ട് ആ ക്രൈമിൽ പങ്കാളികളാണ്. എല്ലാവർക്കും ഒരേ പണിഷ്മെന്റ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യം. പിന്നെ അതിജീവിത എന്തുകൊണ്ട് സംതൃപ്തയല്ല എന്ന് ചോദിച്ചാൽ, അതിജീവിതയുടെ കുറെ ഗ്രീവൻസസ് നേരത്തെ ഉണ്ടാവാം. ഈ ക്രൈമിന്റെ പേരിൽ കോടതിയിൽ തെളിയിക്കപ്പെട്ടതല്ലാത്ത കുറെ വേദനകളോ നൊമ്പരങ്ങളോ സങ്കടങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ഒക്കെ നേരത്തെ ഉണ്ടാവാം. അതെല്ലാം കൂടി ഈ കേസിൽ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും നടത്തിയിട്ടുണ്ട്. അവരുടെ കൂട്ടുകാരായാലും സിനിമക്കകത്തുള്ളവരായാലും ഇതിലെ സാക്ഷികളായാലും മാധ്യമങ്ങളായാലും ഒക്കെ ഇതിൽ ഈ കുറ്റം ചെയ്തവരെക്കാൾ വലിയ പങ്ക് ദിലീപ് എന്ന നടനുണ്ട്. 8ാം പ്രതിയാണ് വലിയ പ്രതി എന്ന മട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതോടുകൂടി അവർക്ക് സംതൃപ്തിയില്ല. അത് അവരുടെ കുറ്റമല്ല. പക്ഷെ അതെന്തൊക്കെയായിരുന്നാലും കോടതിയുടെ മുമ്പിൽ ഈ കുറ്റത്തിന് 6 പേർക്ക് കൊടുക്കാവുന്ന പണിഷ്മെന്റ്, ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ കൊടുക്കാവുന്ന പണിഷ്മെന്റ് 20 കൊല്ലത്തെ തടവ് എന്ന് പറഞ്ഞാൽ ചെറിയ കഠിന തടവാണ്, ചെറിയ ശിക്ഷയല്ല. 50,000 രൂപ പിഴ കൊടുത്തിരിക്കുന്നു. മോശം പണിഷ്മെന്റ് അല്ല. അതുകൊണ്ട് ഇപ്പൊ കൊടുത്ത പണിഷ്മെന്റ്, എന്നെ കുറ്റകൃത്യം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം. എല്ലാ കുറ്റവാളികൾക്കും ഒരേ പണിഷ്മെന്റ് കൊടുത്തു. കുറ്റം തെളിയിക്കപ്പെടാത്തവരെ കോടതി വെറുതെ വിട്ടു. അത് കോടതിയുടെ നിസ്സഹായതയാണ്. തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് അതിലുണ്ടാവാം, തെളിവുകൾ നശിപ്പിച്ചതിൻ്റെ പങ്കുണ്ടാവാം. പക്ഷെ എന്തായാലും ആ യാഥാർത്ഥ്യം, നീതിന്യായ പീഠത്തിന് മുമ്പിൽ വന്ന തെളിവുകൾ വെച്ച് അവർ ശിക്ഷ വിധിച്ചത് അംഗീകരിക്കുക എന്നത് ഈ ഘട്ടത്തിൽ അതിജീവിതയും അവരുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. അതിന് പകരം ഇപ്പോഴും കോടതിക്കെതിരായുള്ള പരാമർശങ്ങളുമായി അതിജീവിതയും കൂട്ടരും മുന്നോട്ട് പോകുന്നു എന്നത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളായ പ്രത്യേകിച്ച് ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിരം പ്രവണതയുടെ ഭാഗമാണ്. നമുക്കിഷ്ടപ്പെട്ട വിധി വന്നാൽ മാത്രം കോടതി ശരി, നമ്മൾ ആഗ്രഹിക്കുന്ന വിധി പൂർണ്ണമായും കിട്ടിയില്ലെങ്കിൽ കോടതികൾ തന്നെ ശരിയല്ല, കോടതികൾ വിലക്കെടുക്കപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മോശം ധാരണയും മോശം നിലപാടുമാണ് സ്വീകരിക്കുന്നതെന്ന് എന്നുകൂടി ഇതിനെ കൂടെ പറയണം. ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള ശിക്ഷാവിധികളൊക്കെ വന്നു. പക്ഷേ പലരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് ദിലീപ് പുറത്തു വന്നു, അല്ലെങ്കിൽ ദിലീപ് ഇന്നസെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ വിധി വന്നതോടുകൂടി അവർക്ക് ഇതിലൊന്നും ഒരു തൃപ്തിയില്ല. ഒരുപക്ഷെ ഈ 20 വർഷം കഠിന തടവ് എന്ന് പറയുന്ന ശിക്ഷാവിധി കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന പലർക്കും ഇതുകൊണ്ട് തൃപ്തരാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ ഈ കേസ് പൊതുവെ പരിശോധിക്കുമ്പോൾ കോടതിയിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, വിധി സമൂഹത്തിന് വേണ്ടിയോ എന്നുള്ളത്. വിധി സമൂഹത്തിന് വേണ്ടിയോ എന്ന് പറയുന്ന ചോദ്യം കോടതിയിൽ ഉയരുമ്പോൾ, അല്ലെങ്കിൽ കോടതി അങ്ങനെ ചോദിക്കുമ്പോൾ, അവിടെ
കോടതി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നിയമത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് കോടതിക്ക് വിധി പറയാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കോ സമൂഹത്തിൻ്റെ കയ്യടികൾക്കോ വേണ്ടി വിധി പ്രസ്താവിക്കാൻ കഴിയുകയില്ല. ആ നിലപാടിനെ നമുക്ക് വിമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിയമാനുസൃതമായിട്ടുള്ള രീതിയിൽ നിയമം എന്താണോ നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം, ആ സുരക്ഷിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം പ്രവർത്തിക്കുകയും അത് ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെട്ടു എന്ന് തോന്നലുണ്ടാകുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അംഗീകരിക്കുന്നതിനാണ് നല്ലത്. ഈ കേസിൻ്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. എത്രയോ പീഡന കേസുകൾ കേരളത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നതാണ്. ആ പീഡന കേസുകൾ പലതിലും ശിക്ഷ കിട്ടാതെ അവരൊക്കെ രക്ഷപ്പെട്ടതാണ് നമ്മൾ കണ്ട് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ചരിത്രം എന്ന് പറയും. ഇവിടെ അത് മാറി. ഇവിടെ വളരെ കൃത്യമായിട്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു. ശരിയാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ എന്ന് ഒരിക്കലും ഈ കുറ്റവാളികൾ പോലും വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ശിക്ഷയ്ക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. കാരണം അവർ കുറ്റം ചെയ്തു, കോടതി കൃത്യമായിട്ട് തെളിവ് സഹിതം അത് തിരിച്ചറിഞ്ഞു, ആ കുറ്റത്തിന് കോടതി ശിക്ഷ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആളാണ് എന്നെക്കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ ശിക്ഷ കുറയുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ വീണ്ടും അവർ അത് ഒളിപ്പിച്ചു വെക്കാൻ തന്നെ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഒരു ചെറിയൊരു ബലാത്സംഗത്തിൻ്റെ പ്രശ്നമല്ലല്ലോ ശരിക്കും. ഇത് വളരെ ആസൂത്രിതമായിട്ട് അഹമ്മദ് മാഷ് സൂചിപ്പിച്ച പോലെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുത്ത് അവരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു. എന്നിട്ടത് ചിത്രം അതിൻ്റെ വീഡിയോ എടുക്കുന്നു, അത് സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. വളരെ ആസൂത്രിതമായി ക്രൂരവുമായിട്ടുള്ള ഒരു നടപടി. എത്രമാത്രം നിസ്സഹായമാണ് മനുഷ്യൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ കോടതിക്ക് എടുക്കാവുന്ന ഒരു നിലപാട്, വളരെ കർശനമായിട്ടുള്ള നിലപാട് തന്നെയാണ് കോടതി എടുത്തിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ക്യാരക്ടറുണ്ട്. അത് ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പാടില്ല. ഇതിനു വേണ്ടി, അതായത് കൊട്ടേഷൻ എടുക്കാൻ നടക്കുന്ന കുറ്റവാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. കാരണം മേലാൽ ഇതേപോലെ ഉണ്ടായാൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കടുത്ത ശിക്ഷ നിങ്ങൾക്ക് നൽകും. കോടതിക്ക് കൊടുക്കാവുന്ന മെസ്സേജ് അത് തന്നെയാണ്. അത് കൃത്യമായിട്ട് കോടതി നിർവഹിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാകട്ടെ. അപ്പീൽ പോവുകയോ, ഈ കോടതിക്ക് മുകളിൽ ഒരുപാട് അപ്പലേറ്റ് കോടതികളുണ്ടല്ലോ, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടെയൊക്കെ പോയി അതിൻ്റെ പരിശോധനകൾ തുടരട്ടെ എന്നേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഈ പറയുന്ന വിധി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാരണം 7-8 വർഷം നീണ്ടുനിന്നൊരു സുപ്രധാനമായ കേസാണ്. ഇതിൽ എന്ത് വിധി ഉണ്ടാകുമെന്ന് മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾ, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊണ്ട അഭിഭാഷക, അവർക്കൊപ്പം എല്ലാ പിന്തുണയുമായിട്ട് നിൽക്കുന്ന പല സിനിമാ താരങ്ങളും ഒക്കെ തന്നെ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദിലീപിനെ അനുകൂലിക്കുന്ന പല ആളുകളും പറഞ്ഞത് ദിലീപ് ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആകില്ല, ഇത് പൾസർ സുനിയുടെ ക്രിമിനൽ ബുദ്ധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും 2 പക്ഷത്തായിട്ട് ആളുകൾ നിലനിൽക്കുകയാണ്. ഈ ശിക്ഷാവിധി വന്നതിന് ശേഷവും ഈ 2 പക്ഷത്തായിട്ട് നിൽക്കുന്നവർ ഇതേ രീതിയിൽ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ, അതോ ഇതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആകുമോ? ഇതിലിപ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അപ്പീൽ പോകേണ്ടത് പ്രോസിക്യൂഷനാണ്. ഒന്നാമത്തെ കാര്യം, പ്രോസിക്യൂഷനാണല്ലോ അപ്പീൽ പോകേണ്ടത്. അതെ, പ്രോസിക്യൂഷൻ അപ്പീൽ പോകുമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം അപ്പീൽ പോകുക സർക്കാർ പോകുമെന്നാണ് ഇപ്പൊ പറയുന്നത്. സർക്കാർ പോകുമെന്ന് ദിലീപ് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ. ദിലീപിനെതിരായിട്ട് അപ്പീൽ പോകണ്ടേ? ദിലീപിനെ വെറുതെ വിട്ടതിന്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ ജനവികാരം, ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനമായ കോടതി വിധിക്കെതിരായി നിലകൊള്ളുന്നവരുടെ വിധിയാണ്. ഇപ്പോൾ പിയേഴ്സൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനവികാരത്തെ മാനിച്ചുകൊണ്ട് വിധി പറയുന്ന ഒരു ഏർപ്പാട് പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനം എന്ത് വിചാരിക്കുമെന്നൊരു ജഡ്ജി വിചാരിക്കുക, ഞാൻ ഈ കേസിൽ ഇപ്പോൾ ഇന്നയാളെ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ, അങ്ങനെ വിചാരിച്ച് നടക്കേണ്ട ഒരു സ്ഥാപനമല്ല കോടതി. ജനം മുഴുവൻ എതിരാകുമ്പോഴും നീതിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കാനാണ് കോടതി തയ്യാറാവേണ്ടത്. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പീൽ പോകാൻ ഗവൺമെന്റ് തീരുമാനിച്ചാൽ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? ഈ കേസ് അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതിയെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോകാം. പക്ഷെ അങ്ങനെ പോകുമ്പോൾ അത് ഈ ജനവികാരത്തിന്റെ പേരിലായാൽ, ഇപ്പോൾ അതിജീവിത എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്ന അമ്മയിലും ഫെഫ്കയിലും ഒക്കെയുള്ള സിനിമാ താരങ്ങളുടെയൊക്കെ വികാരം അതാണോ? അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതേ വികാരത്തിൽ ഇപ്പം നിലനിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇപ്പോൾ അതിന് മാറ്റം വരാം. നമ്മളിപ്പോൾ ഈ വിധി വന്നു വീണ്ടും അതിനെക്കുറിച്ചുള്ള പര്യാലോചനകളൊക്കെ നടക്കൂല, സമയമുണ്ടാവും. അങ്ങനെ ആ സമയത്തിന് മാറ്റങ്ങൾ വേണേൽ വരാം. നമ്മളതങ്ങനെ കണ്ടാൽ വിധി വന്നുള്ളൂ. എന്തായാലും ആത്യന്തികമായിട്ട് 20 വർഷം കഠിന തടവ് ശിക്ഷിക്കുന്നു. 50 അല്ല, ഇതിന്റെ ഒരു മെസ്സേജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതല്ലേ നല്ലത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കൂട്ടബലാത്സംഗം നടന്നാൽ എല്ലാവർക്കും തുല്യമായിട്ട് ശിക്ഷ. അതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവായ കാര്യം സാറ് പറഞ്ഞ മെസ്സേജാണ്. ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്ന് പറയുന്നത് കുറ്റവാളികൾക്കും അതേപോലെ തന്നെ ഈ സ്ത്രീപീഡകർക്കും എതിരായിട്ടുള്ള ഒരു വിധിയാണ്. അതങ്ങനെ തന്നെ വിലയിരുത്തപ്പെടണം, അല്ലെങ്കിൽ അതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അല്ല, ഒരു വണ്ടിയിലിട്ട് ബലാത്കാരം നടക്കുമ്പോൾ വണ്ടി ഓടിച്ചവനും അവൻ ആയുധം എടുത്തിട്ടില്ല, ആ കുട്ടിയെ ഉപദ്രവിച്ചില്ല, തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അവനും തുല്യപ്രതിയാണ്. അവന്റെ സാന്നിധ്യത്തിലല്ലേ നടക്കുന്നത്, അവൻ വിളിച്ചു പറയേണ്ട ആളല്ലേ, ആ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേണ്ട ആളല്ലേ. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു കുറ്റത്തിൽ എല്ലാ തലത്തിലും പങ്കുവഹിച്ച് എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് നല്ലൊരു ഒരു തീരുമാനമാണ്. അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ധാരണകളൊക്കെ മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഈ ദിലീപിന് ഇതുവരെ കിട്ടിയ പണിഷ്മെന്റ് എന്തിന്റെ പേരിലായിരുന്നു? കുറ്റാരോപിതൻ എന്ന പേരിലാണല്ലോ. അതേ സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുവെങ്കിൽ ദിലീപിന്റെ സിനിമകളെയും ദിലീപിന്റെ കരിയറിനെയും ദിലീപിന്റെ ആർട്ടിസ്റ്റിക് പെർഫോമൻസിനെയൊക്കെ ഇനിയും ബാധിച്ചു എന്ന് വരും. അത് കോടതിക്കായാലൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പീൽ പോകുന്നെങ്കിൽ പോട്ടെ, അപ്പോൾ കോടതി അടുത്ത വിധി പറയുമ്പോൾ നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇനിയും ഒരുപാട് ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം അതിന് തീരുമാനം വരുള്ളായിരിക്കും. തീർച്ചയായും കാത്തിരിക്കണം.